ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു പർച്ചേസിങ് ആണ് കേട്ടോ. പെരുന്നാക്കിലെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നോമ്പ് നോറ്റിട്ട് പോകാനൊന്നും കഴിയില്ല. അപ്പോൾ നോമ്പിൻ്റെ മുന്നേ പോയി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കുള്ള വണ്ടി വന്നിരിക്കുന്നത് ടാക്സിയാണ് കേട്ടോ. ടാക്സിക്ക് വിളിച്ചു, ഒന്നും നോക്കിയില്ല. പണം പോയി പവർ വരട്ടെ. ഇത് ഹലനെടുത്ത് ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. ഇഷാൻ്റെ 2 പെങ്ങന്മാരും ഞാനും ഞങ്ങളൊക്കെ കുട്ടികളും ആണ് കേട്ടോ പോണത്. ഇതിൽ എന്നടാ കയറുക കേട്ടോക്കെ അടങ്ങിയിരുന്നോണ്ടി. ഭീഷണി പെട്ടാൽ ഇത് പറ്റൂല. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടേ ഇരിക്കണേ. എങ്ങോട്ടാന്നുള്ളതൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യണം എങ്ങോട്ട് പോകുന്നില്ലത്. കുറേ അങ്ങോട്ട് കുറേ ഇങ്ങോട്ട് എന്നൊക്കെ പറയും. എനിക്കാണെങ്കിൽ കസവ് കേന്ദ്രക്കട് പോയാലേ ഒരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെന്ന പെട്ടത്തെ ട്രെൻഡ്സൊക്കെയാണ് കേട്ടോ. താത്ത പറഞ്ഞു ട്രെൻഡ്സിൽ നല്ല സെലക്ഷൻ ഉണ്ട്, ഞാൻ നാൾ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അങ്ങോട്ട് പോണത്. ഏതായാലും പോയി നോക്കാം, നമുക്ക് പറ്റിയതല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കാം. അതുകൊണ്ട് പാവ ചെക്കൻ്റെ ഭാവിയാണ്. തണുപ്പുണ്ടോ? അടിപൊളി. അപ്പം ഞാൻ അയ്മനും ഇവർക്കൊന്നും എടുക്കണില്ല കേട്ടോ. ഒരുക്കൊക്കെ ഉണ്ട്, അയ്മനും ആമിനാക്കും ഉണ്ട്. പക്ഷേ പോണേൻ്റെ മുന്നേ എടുത്ത് തന്നേന്നു കേട്ടോ. 1 കിലോ ഡ്രസ്സ് അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. തൊട്ടിട്ടൊന്നുമില്ല കേട്ടോ, എടുത്തിട്ടൊന്നുമില്ല. പിന്നെ എനിക്കുള്ളത് ഞാൻ ഇവിടുന്ന് എടുക്കാൻ കരുതിയിട്ടില്ല കേട്ടോ. എനിക്കൊരു ശീല മുറിച്ചെടുത്തങ്ങാണ്ട് ആമിനാക്ക് എടുത്ത ഒരു ഉടുപ്പാണ്, അതിൻ്റെ പോലെ അടുപ്പിക്കാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അയ്മന് കുറേ വലിയതൊക്കെ എടുത്ത് തരുന്നുണ്ട്. നിഹാലാണെങ്കിൽ ക്ലാസ്സിൻ്റെ മുന്നിൽ പോയോ അതൊന്നും രസമല്ല അയ്മനെ. നമുക്ക് അടിപൊളിയായിട്ടില്ല അത് എടുത്ത് തന്നിട്ടില്ലേ? അതൊക്കെ വീട്ടിലിടുന്ന മോഡലാണ്. ഇതാൻകൊണ്ട് ഇതെന്നിടാനോ പെണ്ണിട്ടും പെടാനോ? അഞ്ചിലാറ് വലിപ്പുണ്ട് പാൻറ്. ഇഷ്ടായി, അടിപൊളി. ഇതേപോലത്തെ ഒരു ഷർട്ട് എടുത്തില്ലല്ലോ, നല്ല രസമുണ്ട് അല്ലേ? കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ. അലക്കോ അതാ വേണ്ടത്? അതാ വേണ്ടേ? ആമിന് ഇതിമ്മടെ കൂടിയിരിക്കണേ. ഒക്കെ കയ്യെത്തിനോടത്തുണ്ടായിരുന്നു. ഒന്ന് അൺബോക്സ് ചെയ്തിരിക്കണം കേട്ടോളൂ. അപ്പം ഞാനും കുറച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് നോക്കിട്ടോ, വീട്ടിലിടാൻ പറ്റി. പക്ഷെ എനിക്കിഷ്ടമായില്ല. നമ്മൾ പോസ്റ്റായി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇവിടെ നല്ല കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ സംഭവം ഇഷ്ടമല്ല കേട്ടോ, പാൻറ്റും ടോപ്പും ഉള്ളത്. കാരണം ആ രണ്ടും ഒരേ പ്രിൻ്റ് ചെയ്തത്. അപ്പം ഞാൻ 2 സെപ്പറേറ്റ് ഉള്ള എടുത്ത് കൊണ്ടുപോകും. സെപ്പറേറ്റ് ഒരു പാൻറ്റും ഒരു ടോപ്പും എടുത്തു. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 6000 സംതിങ്ങിന് ബില്ലായത്. അപ്പോൾ ഒരു ഓഫർ ഉണ്ട് പറഞ്ഞു. 8000-ന് ആയാൽ 1000 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 2 ബാഗും വാങ്ങിട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നു ഗൈസ്. വേറെ കടയൊക്കെ പോകണം. പിന്നെ ഞങ്ങളൊരു മൗസി കയറി അവിൽ മിൽക്ക് കുടിച്ചു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. ഉച്ചക്ക് 1 മണിക്ക് പോകുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ 4 മണിയൊക്കെ ആമിനെ ബഹ്റൈനിക്ക് പോവാണ്. ട്രോളി കിടക്കണേ. എങ്ങനെ ഇരിക്കണേ? എങ്ങനെ ഇരിക്കണേ? ഇതൊക്കെ എന്ത് അല്ലല്ല, ഇതിനപ്പുറം ചാടിക്കട. അങ്ങനെ ആമിനാക്ക് ചെരുപ്പ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് കയറിയതായിരുന്നു കേട്ടോ. അവിടെ സീനത്തായി ഫുഡ് കയറിയതായിരുന്നു. പോവാണ് കൊണ്ടുപോവാ, ബഹ്റൈനിക്ക് പോവാ. അപ്പിൻ്റെ അടുത്തേക്ക് പോവാണോ? ആമിന
അപ്പോൾ ഗൈസ് നമ്മൾ വന്ന് ഫാമിലിക്ക് എത്തിക്കണം കേട്ടോ. അപ്പോൾ താത്താക്കും ജെസ്സിക്കും എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്താ ജെസ്സി പറയുന്നത് വെച്ചാൽ എൻ്റെ ചെറിയ പെങ്ങളാണ്. അപ്പോൾ ഒരിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിക്കണം കേട്ടോ. ഫാമിലിയിൽ എത്തിക്കണേ. തെരച്ചിലാണ്. അപ്പോൾ ഓരോന്ന് ജെസ്സിയിലെ അഭിപ്രായം പറയുന്നുണ്ട്. കൊള്ളാം. എനിക്കൊരു പച്ചനെ പറ്റുന്ന ഇട്ടിട്ട് രസമുണ്ട്. എൻ്റെ മുഖത്തേക്ക് രസമുണ്ട്. ഇജ്ജ് പിറ്റന്നെ നോക്കണ പറ്റിയതൊരു എടുക്കുക. അതങ്ങനെ വലിച്ചിടിപ്പിച്ചോ എടുക്കുക. മറ്റേ തന്നെ കയറോ ഫസ്റ്റ് ഇടിപ്പിച്ച് കയറാം. അത് എടുത്തോളി താത്ത. എന്നെ എടുക്കുക കൊറേ വലിച്ചിടിപ്പിച്ചു. ഇതെടുത്തോളി. ഇതോ അത് എനിക്ക് ഇത്ര വർക്കൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര വർക്ക് ഇഷ്ടമാണെന്നാ ക്ലോത്ത് ഇഷ്ടമല്ല. മേഡത്തിന് കിട്ടണ്ടേ? മേഡം തപ്പലാണ്. ഇത് വേണോ? ഇത് വേണോ? ഇത് വേണോ? ഇനി കല്യാണത്തിന് സൽക്കാരത്തിനെങ്കിലും ഇടാ. എനിക്കിത് ഇഷ്ടായി. പിന്നെന്താ ഇട്ടാണ് തലയിലിട്ടാണ്. അപ്പം നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വണ്ടി വന്നു ഗൈസ്. കവർ ഡിക്കിയിൽ വെക്കണോ? ജെസ്സിയിലെ കവർ കുട്ടിനെ എടുക്കാൻ പറഞ്ഞാൽ കവർ എടുക്കാൻ പറഞ്ഞിട്ടില്ല. ഇത് ഡിക്കിയിൽ വെക്കണോ? എന്താ കാട്ടുക എന്നാ കേറി. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.